എന്നാ ചടങ്ങ് അങ്ങ് തുടങ്ങാല്ലേ? ആയിക്കോട്ടെ. നകുലൻ വരുന്നു. വാടാ. അപ്പോ ജൂൺ 20 ശനിയാഴ്ച പകൽ 11-നും 12-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കരുനീലിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം. എല്ലാരും വരണം. ചെക്കനും വരണം. ഹാപ്പിയല്ലേ? ഇരിക്കാനുള്ള നേരമില്ല, അറിയാലോ. അവിടെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കേണ്ടതായി ഉണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. വാ. എന്നാ ശരി, പോകടാ. തൽക്കാലം എല്ലാം മറന്നേക്കാം. ഇനിയിപ്പോ അവൾ എന്റെ ആവാൻ പോവല്ലേ. കത്തിൽ പേര് വെട്ടി എഴുതിയാൽ മാത്രം പോകാം. എങ്ങനെയെങ്കിലും ഗിരിയേട്ടനും പാറ ചേച്ചിയുമായുള്ള കല്യാണം നടത്തണം. എങ്ങനെ നടത്തും? കല്യാണ മണ്ഡപത്തിൽ വെച്ച ഒരു അവസരം കിട്ടിയാൽ ആ പെടലിയെ തള്ളി മാറ്റിട്ട് ഏട്ടനവിടെ പിടിച്ചിട്ടോ. എന്നിട്ട് ഏട്ടനെ കൊണ്ട് പാറ ചേച്ചിയുടെ കഴുത്തില് താലി കെട്ടിക്കുന്നു. രശ്മി, നീ എന്താ ഇവിടെ നിന്ന് ആലോചിച്ചേ? അതൊക്കെ ഉണ്ട്, സമയമാട്ടെ പറയാം. എന്താ പാറു, എന്ത് പറ്റി? ഒന്നുമില്ല. കല്യാണം ഉറപ്പിച്ചത് മുതൽ പാർച്ചേച്ചി ഇങ്ങനെയാണല്ലോ, ഒരു സന്തോഷമില്ലാത്ത പോലെ. എന്തു പറ്റി? ഒന്നുമില്ല. പാറ ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. പാറ ചേച്ചി, എന്താ പ്രശ്നം? എന്ത് പ്രശ്നമായാലും പാറ ചേച്ചിക്ക് ഞങ്ങളോട് തുറന്നു പറയാലോ. ഞങ്ങളത് ആരോടും പറയില്ല. ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും പറയാം. പാറ ചേച്ചിക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടോ? പാറു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. അല്ലച്ചാ, അപ്പൊ ഇന്നു മുതൽ നമുക്ക് കല്യാണം വിളിച്ചു തുടങ്ങാം അല്ലേ? വരന് കത്ത് കൊടുത്തു കഴിഞ്ഞാ പിന്നെ എപ്പോ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിളിക്കാം. അവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അല്ലടാ, കുഴപ്പോ? എന്തു കുഴപ്പം? ഞാൻ ഉദ്ദേശിച്ചത് അവർക്കെല്ലാം സന്തോഷായോന്നാ. പിന്നെ സന്തോഷാകാതെ ഇവിടെ എന്തൊക്കെയാ പറയുന്നേ? എന്താടി നാക്കുളിക്കതാ. തീറ്റയ്ക്ക് ഒരു കുറവുമില്ലല്ലോ, അപ്പൊ നാക്കുളുക്കും. വേണ്ട.
ആ വരനെ ക്ഷണിച്ച സ്ഥിതിക്ക് ഇനി നിനക്കൊരു കത്ത് തരാം. ശരിക്കും നിന്റെ അച്ഛന്റെ കയ്യിലാണ് ഇത് കൊടുക്കേണ്ടത്. 24 മണിക്കൂറും ബോധമില്ലാതെ നടക്കുന്ന ശങ്കരന്റെ കൈ കൊടുത്തിട്ട് എന്താ കാര്യം അല്ലേ? ഇത് വീട്ടിൽ വന്നാണ് തരേണ്ടത്. അല്ല, അതാണ് നാട്ടു നടപ്പും മര്യാദയും. പിന്നെ നിന്റെ കാര്യത്തിൽ ആ മര്യാദയൊന്നും വേണ്ടല്ലോ. അതെ, ക്ഷണിക്കേണ്ട കാര്യം പോലും ഇല്ല. ആ എന്നാലും നീ ഇത് പിടിക്ക. ഓ